ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ ആണ്. അല്ല എവിടെ നമ്മൾ എടുത്ത കപ്പാസിറ്ററിൽ എടുത്ത. അപ്പൊ അഹമ്മദ് യാസീൻ, what is a capacitor and what is the basic equation of a capacitor? It is a device used to store electric current and charge. It contains two metallic plates separated by a medium called dielectric. C equal to Q by V. ഈ എപ്സിലോണിന്റെ പേരും എപ്സിലോൺ സീറോയുടെ പേരും അതിന്റെ വാല്യൂ എന്താണ്? Permittivity of free space 8.854 into 10 raised to minus 12 യൂണിറ്റ് കൂടെ പറഞ്ഞു. Coulomb square by Newton square. Okay. What is a parallel plate capacitor and what is the expression for the parallel plate capacitor? Abarna MU. സാർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഇന്നലെ തൊട്ടേ കയറിയുള്ളൂ. പുതിയ അഡ്മിഷൻ ആണോ? അല്ല, എന്റെ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ എല്ലാ ക്ലാസ് തുടങ്ങിയുള്ളൂ കയറാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നലത്തെ ക്ലാസ് അല്ല നേരത്തെ കൂളംസിൽ സ്റ്റേറ്റ് ചെയ്തു. അറിയില്ല. മുകിൽ PS. Yes, sir. What is the expression for the capacitance of a parallel plate capacitor? അറിയില്ല സാർ. രണ്ട് ഇക്വേഷൻ ഉണ്ട്, മീഡിയത്തിലുണ്ട് വാക്യത്തിലുണ്ട്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇക്വേഷൻ അല്ലേ? മീഡിയം വാക്യത്തിലും മീഡിയത്തിലും. C is equal to epsilon 0 into A by D. അത് വാക്യത്തില്. മീഡിയത്തില് അത് അറിഞ്ഞൂടാ. അപ്പൊ രണ്ടും പോയിട്ടോ, ഒരെണ്ണം തെറ്റി എല്ലാം തെറ്റിട്ടാ. പ്രിയ, what is define electric potential at a point? ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? അത്ര ശരി കേട്ടോ. നേഹ, വീഡിയോ ഓണാക്കി വെക്കണേ. നേഹ ഐഷ, ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. നേഹക്കറിയാമോ? നേഹ അത്രാശം. അഹമ്മദ്, സോറി, അഭിനവ് അബി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? അറിയില്ല സാറേ. അത്രാശട്ടാ. ആവണി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അറിയില്ല സർ. അറിയില്ല. അത്രാശം. നിരഞ്ജൻ. Sir, it is the work done in bringing unit positive charge from infinity to that point against electric field without acceleration. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യലിന്റെ ബേസിക് ഇക്വേഷൻ വർക്കുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. V is equal to W by Q. അപ്പൊ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉള്ള ബന്ധം നീരജ് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. Sir, V is equal to minus integral infinity to R E dot dr. E is equal to minus dV by dr. dV by dr എന്നൊരു പേരുണ്ടല്ലോ. Minus potential gradient. dV by dr എന്ന് പറഞ്ഞാൽ potential gradient. ഓക്കെ, ഗുഡ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. പ്രശ്നം അഞ്ജലി അനിൽകുമാർ. അഞ്ജലി അനിൽകുമാർ. ഇപ്പൊ പലരും വീഡിയോ ഓഫ് ചെയ്തു. വീഡിയോ ഓണാക്കി വെക്കാവുന്നവരൊക്കെ ഓണാക്കി വെക്കണം കേട്ടോ. ആർക്കൊക്കെ വൈഫൈ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാം. വീഡിയോ ഓഫ് ചെയ്യുമ്പോ ഇനി വീഡിയോ ഓഫ് ചെയ്യുന്നവർക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടോ, വൈഫൈ ഉള്ളവര് അവർ 20 പ്രാവശ്യം എഴുതണം കേട്ടാ. പൊസിഷൻ 10 മാറ്റി 20 ആക്കി. അഭിനവ് എഴുതി തുടങ്ങിക്കോട്ടോ. അഭിനവേ, ഇമ്പോസിഷൻ കിട്ടിയില്ലേ? ഏതായിരുന്നു? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതില് അറിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ, പറഞ്ഞുതരാട്ടാ. ബുക്കിലുണ്ടാ? ഉണ്ട്. തുടങ്ങിക്കോ. നമുക്ക് വീണ്ടും വരും ക്വസ്റ്റ്യൻ കേട്ടാ. അൽത്താഫെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? C equal to epsilon 0 A by D.
അത് വാക്വത്തിലോ മീഡിയത്തിലോ? മീഡിയത്തിൽ എപ്സിലോൺ 0 എപ്സിലോൺ RA/D. എയുടെ പേരെന്താ? എ. അയ്യോ, ഏടെ പേരൊന്നും പഠിച്ചില്ല. ഡി. അപ്പൊ അതൊക്കെ അപ്പൊ ഇക്വേഷൻ എഴുതണം, അത് എഴുതണം കേട്ടോ. ആ എ ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ്. ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ്. ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്. ഇന്നലെ എഴുതുന്നില്ലേ? ടേം നമ്മൾ പഠിക്കണം. എപ്സിലോൺ ആറിന്റെ പേര് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കേട്ടോ. അങ്ങനെ കൂടെ എഴുതി ഈ പൊസിഷൻ കാണിക്കാം. വീഡിയോ കുറച്ച് പേര് കൂടെ ഓൺ ആക്കാനുണ്ട്, വൈഫൈ ഉള്ളവര് കേട്ടോ. അവരോട് ചെക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് വിളിക്കുമ്പോ നമ്മൾ ഇനി 20 പ്രാവശ്യമാണ് അവർ കേട്ടോ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോ ആദ്യം മുതലേ രാവിലെ 4 മണിക്ക് എണീക്കണം കേട്ടാ. സന ഫാത്തിമ ചോദിച്ചില്ലല്ലോ. സന യെസ് സാർ. വൈഫൈ ആണോ മൊബൈലാണോ? വൈഫൈ ആണ്. കറണ്ട് പോയി ഇപ്പൊ തന്നെ. കറണ്ട് പോയി കിടക്കണം. എന്നാ ചോദിക്കാം. ഡിഫൈൻ കപ്പാസിറ്റൻസ്. സന ഡിഫൈൻ കപ്പാസിറ്റൻസ്. മൊബൈലിൽ ചാർജ് ഉണ്ടല്ല. ഡിഫൈൻ ഇപ്പൊ തന്നെ കറണ്ട് വരും. ഡിഫൈൻ കപ്പാസിറ്റൻസ് ഇന്നലെ എടുത്താണ് സാറേ എനിക്കറിയില്ല. 10 പ്രാവശ്യം എഴുതിക്കോട്ടെ. നമ്മൾ ഈ 6 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാലേ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുമോ? അത് പറ. കിട്ടുമോ സന? സന മാത്രമല്ല എല്ലാവരും കേട്ടാ. കുറച്ചും കൂടെ ഈ വർഷം പ്രാധാന്യത്തോടെ പഠിക്കണം കേട്ടോ. +1 പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ അല്ലേ? അല്ലെ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന്റെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ ഇനി നമ്മൾ +2ലേക്ക് തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ കുറച്ചും കൂടെ രാവിലെ എണീറ്റ് നല്ല പ്രിപ്പയർ ആയിട്ട് ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ. പ്രണാവ് ഒന്ന് പറഞ്ഞേ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഒന്ന് പറഞ്ഞിട്ട്. C is equal to epsilon 0 A/D. മറ്റേ C is equal to epsilon 0 epsilon R into A/D. എപ്സിലോൺ ആറിന്റെ പേരെന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മറന്നു സാറേ. ഓക്കെ സാർ. അത് മറന്നുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അപ്പൊ നോക്കണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഓക്കെ. ഞാൻ ചോദിച്ചവരോട് വീട്ടിൽ ചോദിക്കാം കേട്ടോ. മുകിലേ മുകിൽ വെയിറ്റ് ചെയ്തോട്ടെ കേട്ടാ. അതിലേക്ക് നമ്മൾ പോയാൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് വിച്ച് സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ആദ്യം വേണോ? അതിനകത്ത് ഈ എനർജി ചാർജ് മാത്രമല്ല, എനർജി സ്റ്റോറേജ്. സോ എക്സ്പ്രഷൻ ഫോർ എനർജി പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എക്സ്പ്രഷൻ ഫോർ എനർജി അഥവാ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ഇൻ ദ കപ്പാസിറ്റർ. കണ്ടൻസർ സ്റ്റോർ ഇൻ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ സംഭരിക്കുന്ന ഊർജത്തിന്റെ ചാർജ് മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? നമ്മളൊരു കപ്പാസിറ്റർ ശരിക്കും വിദ്യാഭ്യാസത്തിലൂടെ അറിവ് സ്റ്റോർ ചെയ്യണം, കഴിവ് സ്റ്റോർ ചെയ്യണം അല്ലെ? ഓരോ മേഖലയിൽ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. ഇപ്പൊ ചിലർക്ക് ചില സബ്ജക്ട് ഇഷ്ടപ്പെടും. ആവണിക്ക് ഏത് സബ്ജക്ട് ഇഷ്ടം? ഒരു കപ്പാസിറ്ററിൽ വീഡിയോ ഓണാക്കി തൊട്ട് ആവണി. ഒരു കപ്പാസിറ്ററിൽ ഊർജം, ആ ഊർജത്തിന്റെ ഇക്വേഷൻ ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ രീതിയിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പല ഷേപ്പുള്ള കപ്പാസിറ്റർ ഉണ്ട്. സ്ഫെറിക്കൽ ഉണ്ട്, സിലിണ്ടറിക്കൽ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ള കപ്പാസിറ്റർ വരുമ്പോൾ സ്ഫെറിക്കൽ കപ്പാസിറ്റർ പലതരത്തിലുള്ള സ്ഫെറിക്കൽ ഉണ്ട്, സിലിണ്ടറിക്കൽ പലതരത്തിലുള്ള സിലിണ്ടറിക്കൽ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കപ്പാസിറ്റേഴ്സ്, ഡിസ്ക് കപ്പാസിറ്റർ, അത് നമുക്ക് എൻട്രൻസിന് മതി കേട്ടോ, ഇതിനാവശ്യം. അപ്പൊ നമുക്കൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കാം. കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നോട്ട് ചെയ്തോ. കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. 4 മണിക്ക് എണീക്കണം കേട്ടോ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ 3 മണിക്ക് എണീറ്റ് പഠിക്കുന്നതാണ് ബുദ്ധി കൂടും. കൺസിഡർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അലൂമിനിയം പ്ലേറ്റ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഏരിയ, ഓരോ പ്ലേറ്റിന്റെ ഏരിയ നമ്മൾ ഇന്നലെ പഠിച്ച തന്നെ separated by a distance. Separated by a distance. Separated by a distance. നമ്മൾ വാക്വം സാധാരണ നമ്മൾ വാക്വമാണ്. ഒരു 2 പ്ലേറ്റുകൾക്കിടയിൽ വാക്വം മീഡിയമാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്.
ഇനി അതല്ല ഒരു ഡയലക്ട്രിക് മീഡിയം വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൊണ്ടുപോയണം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെ ചാർജിന്റെ കൂടെ തന്നെ എനർജി കൂടെ സ്റ്റോർ ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ അറിവ് നേടുന്നതിന്റെ കൂടെ തന്നെ കഴിവും കൂടെ നേടും എന്ന് പറഞ്ഞാൽ അല്ലെ? അറിവ് അതിനകത്ത് അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് മാത്രം സ്റ്റോർ ചെയ്യാനല്ല, അതിന്റെ കൂടെ നമുക്ക് ജോലി അല്ലെ, എന്തെങ്കിലും ഒരു എക്സ്പെർട്ട് അറിവ്. ഇപ്പൊ ആവണിക്ക് മാത്സ് ആവാൻ മാത്തമാറ്റീഷ്യൻ ആവാനാണ് ഇഷ്ടം. ആവണി. വിഷ്ണുപ്രിയക്കോ? വിഷ്ണുപ്രിയക്ക് ഏത് സബ്ജക്റ്റാ ഇഷ്ടം? അങ്ങനൊന്നുമില്ല. വൃത്തിയായിട്ടൊക്കെ വരയ്ക്കാം. നമ്മളൊരു 10-15 മണിക്കൂറൊക്കെ ദിവസത്തിൽ പഠിക്കണം കേട്ടോ. There are two parallel cuts and there are two layers connected like this. ശരിക്കും ഇത് 3-dimensional picture ആണ്. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ വെച്ചാൽ നമ്മൾ സെല്ല് കണക്ട് ചെയ്താൽ മാത്രമാണ് വോൾട്ടേജ് വരുമെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. പെൻസിൽ സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം. ലക്ഷ്മിയുടെ കയ്യിൽ പെൻസിൽ സ്കെയിൽ കാണിച്ചു നോക്കി കാണിക്കും. ഒരെണ്ണം മാത്രമേ ഉള്ളൂ, സ്കെയിൽ മാത്രമേ ഉള്ളൂ. ഈസ് ദ വോൾട്ടേജ് സപ്ലൈ സെൽ വോൾട്ടേജ്. അതിന് വേറൊരു പേര് EMF എന്നൊരു പേരുണ്ട്. ഓക്കെ. ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്താലാണ് ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് സ്റ്റോർ ചെയ്യുന്നു, മറ്റേ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് സ്റ്റോർ ചെയ്യുന്നു എന്ന് നമ്മൾ പറയാം. And of area, this area is area of each plate, and D is the distance between the two plates. D is the distance between the two plates. രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് D ആണ്. ഇടയ്ക്ക് വാക്യമായിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് Q is the charge. Q എന്ന് പറയുന്ന ചാർജ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ക്യാപിറ്റൽ Q of Q സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല അല്ലേ? കാരണം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്ത് കാര്യം പഠിച്ചാലും അതൊരു ടീഡിയസ് പ്രോസസ്സാണ്. ടീഡിയസ് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു കഴിവാണ് ഇതുപോലെ ക്ലാസ്സൊക്കെ ഇരുന്ന് അറിവ് പുതിയത് നേടുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ അറിവ് നേടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചത്തിലെ സത്യങ്ങളെ അറിയുകയാണ്. അങ്ങനെ അറിയാൻ നിൽക്കുമ്പോൾ ക്ലാസ്സിലിരിക്കണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിവ് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ ചാർജ് സ്റ്റോർ ചെയ്യുക, അറിവുണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു വർക്ക് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് what is the capacitance of the capacitors നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? capacitance of the capacitor, അതായത് capacitance, parallel plate capacitance അല്ലേ? capacitance of the capacitor, കപ്പാസിറ്ററിന്റെ capacitance ആണ് ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് C equal to നമ്മൾ പഠിച്ച Q by V അല്ലേ? Q by V, capital Q by V or small q by v. This is equation number 1. ഇവിടെ നമ്മൾ V എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട് അപ്ലൈ ചെയ്തിട്ടില്ലേ? electric potential applied. V be the electric potential applied across the capacitor. പരീക്ഷയ്ക്ക് ഉറപ്പാണ് കേട്ടോ. Across the capacitor of condenser, charge Q is stored. Charge stored. Charge Q is stored in capacity charge. Charge store ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യണ്ടേ? നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. വാട്ട് ഈസ് ദ ബേസിക് ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ ചോദിച്ചായിരുന്നു, നിങ്ങൾ ഇമ്പോസിഷൻ എഴുതുന്നുണ്ട്, കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ V is equal to W by Q നമുക്കറിയാം. അപ്പൊ പൊട്ടൻഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ അറിവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഈസി മെത്തേഡ് അല്ല അല്ലെ? ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ ഫീൽഡിലായിരിക്കും താല്പര്യം. ഇപ്പൊ +2 വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില സബ്ജക്റ്റിനോട് കൂടുതൽ എനിക്ക് ഇന്നതാകാം അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ശ്രദ്ധിക്കാം എന്നൊക്കെ നമുക്ക് തോന്നൽ വരും അല്ലെ? ചിലർക്ക് അങ്ങനെ ആയിട്ടില്ല. ഇപ്പൊ വിഷ്ണുപ്രിയോന് അങ്ങനെ ആവുന്നിട്ടില്ല. ചിലർക്ക് എല്ലാം ഓക്കെയാണ് അല്ലെ, എല്ലാം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വർക്ക് കൊണ്ടുവച്ചാൽ വാട്ട് ഈസ് വർക്ക്? വർക്ക് ഈസ് എളുപ്പമാണ് കേട്ടോ. വർക്ക് ഈസ് സ്പീഡിൽ പോകണം. നമുക്ക്
ഇനി കുറച്ച് സ്പീഡിൽ നമ്മൾ കൊണ്ടുവരും കേട്ടോ. ഇന്നലെ പോർഷൻ നമുക്ക് തീരുള്ളൂ കേട്ടോ. ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ദ പോർഷൻസ് വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. സോ W is equal to QV. അപ്പൊ ഇതാണ് വർക്കിന്റെ ബേസിക് ഇഷ്യൂ. പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് ക്യൂ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഒരു ദിവസം കൊണ്ട് +2 മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓരോ ദിവസം ക്ലാസ്സിൽ ഇരുന്ന് വേണം ഈ അറിവുകൾ സമ്പാദിക്കാൻ, അല്ലേ? അപ്പോ ഞങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലെ. ഞങ്ങളൊക്കെ വർഷങ്ങളായി കോളേജുകളിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ വന്ന് നിങ്ങളുടെ കേട്ടാ. ഇതുപോലെ നിങ്ങളെ പോലെ തന്നെ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് വർഷങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാലാണ്. ഒറ്റ ദിവസം കൊണ്ട് വന്നിരിക്കുന്നല്ലോ അതെല്ലാ കാര്യം അല്ലെ. അപ്പോ ലെറ്റ് DW ആദ്യം ഒരു ചെറിയ വർക്ക് ഇതാ സ്മോൾ വർക്ക് ഡൺ. ആരാ ചെയ്യുന്നതെന്ന് അറിയാം. പൊട്ടൻഷ്യലിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വോൾട്ടേജിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. ബൈ ദ പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കുമ്പോൾ അമ്മ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. വേറെ ആൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. DW be the small work done by the potential. Okay, to store ചാർജ്. ചെറിയ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ചാർജ് സ്റ്റോർ ചെയ്യുള്ളൂ അല്ലെ. ഏതാ ചെറിയ ചാർജ്? ഏതാ ചെറിയ ചാർജ്? വി വോൾട്ടേജ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു, ചെറിയ ചാർജ് സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ ചെറിയ ചാർജ് സ്റ്റോർ ചെയ്തിട്ടാണ് വലിയ ചാർജിലേക്ക് എത്തുന്നത് അല്ലെ. നമ്മളൊരു കർണാട്ടിക് സംഗീതം പഠിച്ചാലും അല്ലെ, ആദ്യം നമ്മൾ അതിന്റെ അടിസ്ഥാന പഠിക്കണം അല്ലെ. സരിഗമ പഠിക്കണം, അതിന്റെ കോമ്പിനേഷൻസ് പഠിക്കണം. അങ്ങനെ പഠിച്ചാണ് കീർത്തനം അങ്ങനെയുള്ള രാഗങ്ങളിലേക്കൊക്കെ പതുക്കെ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ DW ഈക്വൽ ടു നമുക്ക് ഇവിടെ ഈക്വേഷൻ തന്നെ എന്ന് പറഞ്ഞേ W ഒരു DW അല്ലെ. ക്യൂവിന് പകരം ഞാൻ ബി ആദ്യം എഴുതുന്നു. DQ കണ്ടാ, മനസ്സിലായോ? സോ എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ എപ്പോഴും ചോദിച്ചാൽ. DW be the small work done by the potential. ആരാ വർക്ക് ചെയ്യുന്നത്? പൊട്ടൻഷ്യലാണ് വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ കപ്പാസിറ്റർ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇവിടെ ഇക്വേഷൻ. വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ. ആദ്യം നമ്മളൊരു ചെറിയ വർക്ക് ചെയ്യും അല്ലെ. സദ്യയൊക്കെ ഉണ്ണുമ്പോ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയല്ലേ? ആദ്യം ഒറ്റയടിക്ക് അണ്ണാക്കിലോട്ട് കുത്തി കയറ്റി ചാവുകയാണോ? അല്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കുറച്ചെടുക്കും അല്ലെ. കുറച്ച് വർക്ക് ചെയ്യും, കുറച്ച് സ്റ്റോർ ചെയ്യും, കുറച്ച് വർക്ക് ചെയ്യും, കുറച്ച് സ്റ്റോർ ചെയ്യും, കുറച്ച് വർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ അത് മൊത്തത്തിൽ സ്റ്റോർ ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ? എന്ത് കാര്യം അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ ഇന്റഗ്രൽ DW കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ടോട്ടൽ വർക്ക് ഡൺ ആക്കാൻ എന്താണ് മെത്തേഡ്? മാത്സിലെ മെത്തേഡ് ഏതാ? ഇന്റഗ്രേഷൻ. ഇന്റഗ്രേറ്റിംഗ് സമ്മേഷൻ അല്ലെ. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് എഴുതി പഠിച്ചാലേ നമുക്ക് എക്സാം പേപ്പറിൽ കിട്ടുള്ളൂ. ഓക്കെ. സോ ഇന്റഗ്രൽ DW. ദിസ് ലെറ്റർ ഏത് ലെറ്ററാ? ഇന്റഗ്രേഷന്റെ ഇംഗ്ലീഷ് ലെറ്റർ ഏത് ലെറ്റർ അത്? യെസ്, സമ്മേഷൻ കേട്ടോ. ഗ്രീക്കുകാര് സിഗ്മ എന്നാണ് പറയുന്നത്. സിഗ്മ എന്ന് പറയും കേട്ടോ. അവര് D എന്നല്ല ഉപയോഗിക്കുന്നത്, ഡെൽറ്റ എന്നാണ്. ഡെൽറ്റ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇന്റഗ്രൽ VDQ. ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് കൊടുക്കാം, പരിധി ഉണ്ടെങ്കിൽ പരിധി കൊടുക്കാം. ഇനീഷ്യലി നോ ചാർജ് ഇല്ല, 0. ഫൈനലി Q ചാർജ് ആണ്. Q ഈസ് ദ മാക്സിമം ചാർജ്. 0. ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കുന്നുള്ളൂ സെക്കൻഡ് ഇയറിൽ. മാത്സിൽ നിങ്ങൾ പഠിക്കും കേട്ടോ അതിന്റെ ഇക്വേഷൻസ് എല്ലാം. വാട്ട് ഈസ് ഇന്റഗ്രൽ DW പഠിച്ചോണ്ടാ? വാട്ട് ഈസ് ഇന്റഗ്രൽ DW? DW എന്ന് പറഞ്ഞാൽ എന്താണ്? W is equal to integral DW means DW plus DW plus DW. എല്ലാ DW കൂടെ കൂടുമ്പോൾ നമുക്ക് W. ഇന്റഗ്രൽ 0 to Q. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നോക്കിയേ. ഹരിശങ്കർ കേൾക്കണ്ട? ഹരിശങ്കർ ഇക്വേഷൻ നമ്പർ 1 കാണുന്നുണ്ടാ? ഗൗതം കണ്ടോ? ഹരിശങ്കർ നോക്കിയേ. ഈ ബിക്ക് എന്താ ഇക്വേഷൻ കൊടുത്തേക്കണേ നോക്കിയേ ഹരിശങ്കറെ. ഒന്നാമത്തെ അതല്ല, ഒന്നാമത്തെ ഇക്വേഷൻ
ഒന്നാമത്തെ. C equal to Q by V. അപ്പൊ അതിൽ നിന്ന് ബി കണ്ടുപിടിച്ചൂടെ? സി ആ. ക്യൂ ബൈ വി. അപ്പൊ ബി എന്താ? ഒന്ന് പറഞ്ഞതാണ് ബി കണ്ടുപിടിക്കാൻ. അതിൽ നിന്ന് 3 ഇക്വേഷൻ ഒന്നിച്ച് പറഞ്ഞാൽ Q by C. ക്യൂ ബൈ സി. യെസ് അല്ലേ? നമ്മൾ ഇന്നലെ 3 ഒന്നിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. Q is equal to CV, C is equal to Q by V, V is equal to Q by C, Q by C, capital Q by കേട്ടോ, into DQ. Yes. Using one. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാം. Using one. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. So, W equal to constant can be taken outside from the integration 1 by C. 1 by C പുറത്തേക്ക് എടുക്കാം. 0 to Q integral 0 to Q Q dq. ഓക്കേ അല്ലേ? ഓക്കെ സാർ. നമ്മൾ ഇന്റഗ്രേഷനിൽ ഒരു പ്രത്യേക റിസൾട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. The result is integral x raised to n dx. x raised to n dx. നിങ്ങൾ ഇത് പഠിക്കും, മാത്സിലെ അതിന്റെ പ്രൂഫ് ഒക്കെ പഠിക്കും കേട്ടോ. ഇന്റഗ്രൽ x raised to n dx is equal to x raised to n plus 1 by n plus 1. n plus 1 by n plus 1. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ പ്രൂഫ് ഒക്കെ നമ്മൾ മാത്സിൽ പഠിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ x dx എന്താണ് പറയാമോ? What is integral x dx? What is integral x dx പറഞ്ഞു? ഇവിടെ x ന്റെ പവർ എത്രയാ പറ? 1 ആണെങ്കിൽ ഈ ഫോർമുല കൊടുക്കാം. വെറും x raised to dx ന് x raised to 1 dx എന്നാണ് അർത്ഥം. So 1 plus 1 by 1 plus 1. That is n ന് പകരം 1 ഓർത്താൽ മതി. ഈ റിസൾട്ട് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് പഠിക്കാനില്ല, ഫിസിക്സിൽ വേണ്ട. That is x square by 2. So like that. അതുപോലെ q dq കണ്ടോ, x dx x square by 2 ആണെങ്കിൽ q dq എന്ത് വരും പറയാമോ? What is q dq? Q square by 2. Q square by 2 അല്ലേ? Q square by 2 വിത്ത് ലിമിറ്റ് കൊടുക്കണം. വിത്ത് ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ ലിമിറ്റ് കൊടുക്കുക. 0 to q. 0 to q. ക്ലിയർ ആവുണ്ടോ? പറ. ക്ലിയർ അല്ലേ? Yes sir. ക്ലിയർ ആണ് സർ. നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിലേക്ക് നമുക്ക് പോകാം. ഇത് എഴുതി പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ, അതാണ് അതിന്റെ പ്രത്യേകത. W is equal to 1 by C. അപ്പർ ലിമിറ്റ് ഏതാ? അപ്പർ ലിമിറ്റ് Q അപ്പർ ലിമിറ്റ് ആണ്. സോ Q സ്ക്വയർ 2 കൂടെ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇട്ടാൽ മതി. Q സ്ക്വയർ ബൈ 2 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഏതാ? 0 അല്ലേ? 0 square by 2, that is 0. അതിലേക്ക് കൊടുക്കണം. Yeah, 0 square by 2 is 0. And this W is equal to the famous equation like നമ്മൾ എത്തുകയാണ് 1 by C Q square by 2. നമുക്കറിയാം, നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എനർജി കിട്ടുന്നത് അല്ലേ? ദാറ്റ് ഇസ് വർക്ക് എനർജി തിയറം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആരുടെ ജീവചരിത്രം എടുത്ത് നോക്കിയാൽ അല്ലേ, അവരൊരു പൊസിഷനിൽ അവർക്ക് എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഭയങ്കരമായ വർക്കുണ്ടെന്നുള്ള. നമ്മളിപ്പോ ഏത് ജീവിതം എടുത്തു നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം, അത് ഒറ്റ ദിവസത്തിൽ സുപ്രഭാതത്തിൽ പല്ലും തേക്കാതെ വന്ന് ഫേമസ് ആയതാണോ? ആണോ? പറ. ആണാ? പറഞ്ഞേ പറഞ്ഞേ ആണാ? രാവിലെ 6 മണിക്ക് എണീറ്റ് പിന്നെ ക്രിക്കറ്റ് പിച്ചിലേക്ക് പോയി എല്ലാ ബോളും 6 അടിച്ച് അങ്ങനെ ക്രിക്കറ്റിന്റെ ദൈവമായതല്ല പുള്ളി പല ഇൻസൾട്ട് പുള്ളി നേടിയിട്ടുണ്ട്. പുള്ളിക്ക് പൊക്കം കുറവാണ്. ആദ്യം കൊച്ചു ക്ലാസ്സിലൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പുള്ളി മുംബൈയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്ത് അവിടെ കോച്ചൊക്കെ ഉണ്ട്. കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ PT ടീച്ചർ. നമ്മുടെ PT വെറുതെയാണ്, വേസ്റ്റ് ആണ്. നമ്മുടെ സ്കൂളിലൊക്കെ PT എന്ന് പറഞ്ഞ വേസ്റ്റ് ആണ് അല്ലെ? സ്പോർട്സിനൊക്കെ ചില സ്കൂളുകൾ മാത്രമാണ് ഈ PT ടീച്ചർ കൊണ്ട് പ്രയോജനമുള്ളൂ. മനസ്സിലായില്ലേ? ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചേഴ്സിന്. പക്ഷെ വടക്കേന്ത്യയിലൊക്കെ ആ PT ടീച്ചേഴ്സ് ആദ്യം തന്നെ സച്ചിനെ അധിക്ഷേപിക്കുകയാണ്. ഇത്രയും പൊക്കം, സ്റ്റമ്പിന്റെ അത്രയും പൊക്കം പോലും ഇല്ലാത്ത നിന്നെ കൊണ്ട് എങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും എന്നാണ് ആദ്യം ചോദിച്ചത്. അങ്ങനെ പുള്ളി ആ കോച്ചിന്റെ വാക്ക് കേട്ട് പുള്ളി പിന്തിരിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടില്ല. പുള്ളി അതിനെതിരെ പൊരുതി വർക്ക് ചെയ്തു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പൊക്കം ക്രിക്കറ്റിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്.
ആ പൊക്കം ഇല്ലായ്മ കൊണ്ട് പുള്ളി എന്ത് ചെയ്തു? ലോകത്തെ കീഴടക്കിയാണ്. ഏത് പൊക്കമുള്ള ബോളർ വന്നാലും അതുപോലെ വർക്ക് ചെയ്താണ് അദ്ദേഹം എനർജി ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് വർക്ക് എനർജി തിയറം. വർക്ക് ചെയ്യാതെ ആർക്കും എനർജി കിട്ടില്ല കേട്ടാ. അത് ഓർത്ത് വെച്ചോളൂ. സോ വർക്ക് എനർജി തിയറി, ഈ വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജിയായി ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. കൈനറ്റിക് എനർജി അല്ല, കപ്പാസിറ്ററിന് പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് നമുക്ക് വരാം. പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം, സ്ഥാനികോർജം. വർക്ക് ഉണ്ടെങ്കിൽ എനർജി ഉള്ളൂ. വർക്ക് ഈക്വൽ ടു എനർജി. പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ യു എന്ന് പറയുന്ന ലെറ്ററാണ്. ദാറ്റ് ഇസ് ഡബ്ല്യു. ഡബ്ല്യു തന്നെയാണ് യു. വർക്ക്, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന വർക്ക് പിന്നീട് അത് എനർജിയെ സ്റ്റോർ ചെയ്യപ്പെടും. ഇന്ന് 4 മണിക്ക് എണീറ്റാൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഉറക്കോളപ്പ് അല്ല, ഉറങ്ങാൻ പറ്റിയില്ലല്ലോ, നിരാശാബോധമൊക്കെ ഉണ്ടാവും. അതൊന്നും വിഷയാക്കണ്ട. നിങ്ങൾക്ക് പിന്നീട് അത് ജീവിക്കാനുള്ള എനർജിയായി മാറും. വർക്ക് ഫിസിക്കൽ എനർജി. മറ്റുള്ളവരെക്കാൾ മികവ് പുലർത്തുമ്പോഴാണ് നല്ല ജോലി നമുക്ക് കിട്ടുക, നല്ല ലൈഫ് കിട്ടുക. സോ ദാറ്റ് ഈസ് q സ്ക്വയർ. എന്നിട്ട് എഴുതാം q സ്ക്വയർ ബൈ 2c. കണ്ടോ? ദാറ്റ് ഈസ് ദ ഫേമസ് ഇക്വേഷൻ. ഓക്കെ, q സ്ക്വയർ ബൈ 2c. ഇതാണ് ഒരു അടിസ്ഥാന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫേമസ് ഇക്വേഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ക്ലിയർ ആയോ? പറ, ക്ലിയർ ആയില്ല? ക്ലിയർ സർ. അപ്പൊ ഇപ്പൊ രാവിലെ എണീക്കുന്ന ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ക്ലാസ് തുടങ്ങുമ്പോഴും രാവിലെ എണീറ്റോളാം കേട്ടോ. അപ്പൊ അങ്ങനെ എണീക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധി കൂടുക, കഴിവ് കൂടുക എന്ന ശാസ്ത്രം കേട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അത് ശീലിച്ചോളാം രാവിലെ കേട്ടോ. പിന്നത് ഇത് ഈ ക്യൂ സിയും വെച്ചുള്ള ഇക്വേഷൻ ആണല്ലേ. ക്യൂ സിയും വെച്ചുള്ള ഇക്വേഷൻ. അതല്ലാതെ നമുക്ക് ഇക്വേഷൻസിലേക്ക് വരാം കേട്ടോ. അത് നമുക്ക് നോട്ട് എഴുതി കേട്ടോ. നോട്ട് എഴുതി. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ അല്ലെങ്കിൽ കണ്ടൻസറിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി, വർക്കാണ് എനർജിയായി മാറുന്നത് അല്ലേ. വർക്ക് എനർജിയായി മാറുക. ഭയങ്കരമായി വർക്ക് ചെയ്തിട്ടാണ് എനർജിയിലേക്ക് വെക്കുന്നത്. യു ഈക്വൽ ടു q സ്ക്വയർ ബൈ 2c എന്നുള്ള ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. ഇത് q സിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാണ്. പഠിച്ചത് തന്നെ വീണ്ടും പഠിക്കണം, മികവോടെ പഠിക്കണം. അങ്ങനെ വേണമെങ്കിൽ പ്രയത്നം നമ്മൾ ചെയ്യാം. 10-25 വയസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചാലേ എന്തെങ്കിലും നല്ല ജോലി കിട്ടും കേട്ടോ. +2 കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ജോലി നല്ലത് കിട്ടില്ല, വല്ല ഷോപ്പിലൊക്കെ കിട്ടും. മനസ്സിലായില്ല? ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ കയറാനേ പറ്റുള്ളൂ, എന്തെങ്കിലും ഒരു ഷോപ്പിൽ, അത്രേ ഉള്ളൂ. കാരണം എല്ലാവരും ഡിഗ്രി ആയതുകൊണ്ടാണ്. PG വരുമ്പോൾ കുറച്ചും കൂടെ കുറയും, അല്ലെങ്കിൽ MBBS ആകുമ്പോൾ നമുക്ക് ജോലിയായി കുറച്ചു പേരേ ഉള്ളൂ സമൂഹത്തിൽ. ഇനി നമുക്ക് ക്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഓർമ്മ പറഞ്ഞിരിക്കും കേട്ടാ. Q is equal to ക്യൂവിന് എന്താ ഇക്വേഷൻ? What is ക്യൂവിനെ ഒന്ന് മാറ്റിക്കേ. ക്യൂ നമ്മൾ പഠിച്ചിട്ട് കപ്പാസിറ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? Q is equal to എന്താ പറ? ഇന്നലെ നമ്മൾ പറഞ്ഞാലേ Q is equal to CV. അപ്പൊ CV whole square by 2C. CV whole square by 2C. പിന്നെ ക്യൂവിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എന്തൊരു what is this? ഏത് ക്യാൻസൽ ആവും പറ? ഏത് ക്യാൻസൽ ആവും പറഞ്ഞേ? c square v square by 2c അല്ലേ. c square v square by 2c. ഒരു c ക്യാൻസൽ ചെയ്ത് പോകും. പ്രത്യേകിച്ച് ആ സ്റ്റെപ്പ് എഴുതണ്ട. സോ ഹാഫ് എഴുതാം. ഹാഫ് c v square. ഹാഫ് എന്ന് പറയുമ്പോൾ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ബൈ 2 ഇട്ടാൽ മതി. ഒരു c സ്ക്വയറും സിയും വെട്ടിപ്പോയി. മനസ്സിലായോ? ആ സ്റ്റെപ്പ് വേണോ? ആണെങ്കിൽ ഇപ്പോ c square v square by 2c. 1c cancel of c v square. So that is the potential energy. ഇവിടെ സിയും ബിയും തമ്മിൽ ഇക്വേഷൻ. ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇക്വേഷൻ. ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ഹാഫ് സി വി സ്ക്വയർ. ഓൾസോ ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് ക്യൂവിനാണ് കൊടുത്തത്, ഇനി നമുക്ക് സിക്ക് കൊടുക്കാം. ഇപ്പൊ എന്ത് വരും? q square by 2c. c is equal to q by v. ഇതൊക്കെ നമ്മൾ ഇന്നലെ തരംതിരിച്ചും മറ്റും പഠിച്ചതാണ്. ആദ്യത്തെ ഇക്വേഷനിൽ ആദ്യം q കൊടുത്തു, അപ്പൊ ഇക്വേഷൻ കിട്ടി, സിയിലും ബിയിലും കിട്ടി. അത് കഴിഞ്ഞ് സി മാറ്റുമ്പോൾ q by v
1 Q cancel. So the potential energy is half QV. Half QV. ഈ മോൾ ഉണ്ടാ. So ഇവിടെ ചാർജ് ഇതെല്ലാം ഒന്ന് തന്നെ കേട്ടാ. ആദ്യത്തെ എന്നുള്ളത് ക്യൂവിലും സിയിലുമാണെങ്കിൽ രണ്ടാമത്തത് സിയിലും ബിയിലുമാണ്, മൂന്നാമത്തത് ക്യൂവിലും ബിയിലുമാണ്. സോ ഇതെല്ലാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്, ബേസിക് ഇക്വേഷൻ ആണ്. ഇപ്പൊ തന്നെ എല്ലാവരും പഠിക്കുക എന്നുള്ള. അലീന കേക്കണ്ട? അലീന വീഡിയോ ഓണാക്കി 3 ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ, സ്മാർട്ടായിട്ട് പറഞ്ഞു. അലീന കേക്കണ്ട? ഹലോ. പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ വായിച്ചോ. Potential energy capacitor, stored in a capacitor. U is equal to U square is equal to Q square by 2C. Hello. എല്ലാവരും കേക്കട്ടെ. U is equal to Q square by 2C. U is equal to half CV square. U is equal to half QV. ഒന്നോടെ ഒന്ന് പറഞ്ഞേ അലീന, ഒന്നോടെ ഒന്ന് സ്പീഡ് പറഞ്ഞു നോക്കട്ടെ. U is equal to Q square by 2C. U is equal to half CV square. U is equal to half QV. അപ്പൊ 5 മിനിറ്റ് അലീനക്ക് തരാണ്, കാണാതെ എന്നോട് പറയണം കേട്ടാ. അലീന കേക്കണ്ട? Sorry. ഇതിൽ ഓരോ ടേംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സിയുടെ പേരെന്താണ് എങ്കിലും നമ്മുടെ അറിവിലേക്ക് ഒന്നുകൂടി നമ്മൾ കൊണ്ടുവരികയാണ്. സിയുടെ പേര് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ. സിയുടെ പേര് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ യുടെ പേര് ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ വേറൊരു പേര് കണ്ടൻസർ. അപ്പൊ ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഈസി ആയിട്ട് കിട്ടും. നമ്മൾ നോട്ട് 2 എഴുതിക്കോട്ടെ. നോട്ട് 2 ഈ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കും. നോട്ട് 2ലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് സ്പീഡിൽ നമുക്ക് പോർഷൻ തീർക്കണം കേട്ടോ. എന്നാൽ അന്ന് അപ്പൊ തന്നെ ക്ലാസ് പഠിച്ചു പോകാം. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് കേട്ടാ. വീഡിയോ എപ്പോഴും ഓണാക്കി തന്നെ ലൈവായിട്ട് നല്ല സ്മാർട്ടായിട്ട് ഇരിക്കും. ജീവിക്കല്ലേ, കുറച്ച് നാളിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു 70-60 വയസ്സൊക്കെയാണ് നമുക്ക് പറ്റുള്ളൂ കേട്ടാ. നമ്മുടെ ഫുഡ് കൊണ്ട് നമ്മൾ അപ്പോഴത്തേക്കും തീർന്നു. അപ്പൊ 10-60 കൊല്ലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു എന്നറിയാൻ അല്ലെ, പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നമ്മളെ ഓർക്കാൻ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കണം. എവിടെ ഹെൽപ്പ് ഉണ്ടോ അപ്പൊ ഓടിച്ചെല്ലണം കേട്ടോ. അതിൽ നിങ്ങൾ അസൂയോ എൻവിയോ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഓടിച്ചില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ല വാക്കുകൾ സംസാരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല അറിവുണ്ടാക്കുക. ഓക്കെ, നോട്ട് 2. അപ്പൊ ഈ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്ന സാധനം, എനർജി ഡെൻസിറ്റി എന്ന് പറയും. നിങ്ങൾ സാധാ ഡെൻസിറ്റി കേട്ടോ, പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി എന്നൊക്കെ മുഴുവൻ പേര്. പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി എന്നാണ് മുഴുവൻ പേര്. എനർജി ഡെൻസിറ്റി, സാധാ ഡെൻസിറ്റി എന്താണ്? അതാണ് സാധാ ഡെൻസിറ്റി. സാധാ ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണെങ്കിൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ q എന്ന് പറയുന്ന ലെറ്റർ. എനർജി ഡെൻസിറ്റി ഈസ് ദ എനർജി ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ എനർജി ഡെൻസിറ്റി ഈസ് ഇൻ ദ കപ്പാസിറ്റർ ഈസ് ദ energy stored in the capacitor. Energy means potential energy stored in a capacitor. Per volume. മറ്റത് മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എങ്കിൽ ഇവിടെ എനർജി ഡെൻസിറ്റി. നല്ല സ്മാർട്ടായിട്ട് ഇരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഉറക്കം തൂങ്ങി, നിങ്ങൾ നല്ല പ്രായമല്ലേ, 16 വയസ്സല്ലേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ ഉറക്കം തൂങ്ങി ഭയങ്കരമായ കുഴപ്പത്തരത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നിങ്ങൾക്ക് നല്ല എനർജിയാണ്, എനർജിയോടുകൂടി പഠിക്കണം. മനസ്സിലാവാത്തത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, അത് ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടോ?
അങ്ങനെയൊക്കെ ഒരു 10-18 മണിക്കൂർ ടേബിളിൽ തന്നെ ഇരിക്കുക, പേപ്പർ എടുത്ത് എഴുതി പഠിക്കുക കേട്ടോ. ഞാനങ്ങ് പുറത്തേക്ക് ഇറങ്ങണ്ട, കാരണം നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഫാമിലിയെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ബോധറിയേണ്ട ആവശ്യമില്ല. ഓൾ ദ ഫാമിലീസ് വിൽ റൺ ബൈ യുവർ പാരന്റ്സ് അല്ലേ. എന്താ അതൊന്നും അവർക്ക് വിഷമതകളൊന്നും നിങ്ങൾ അറിയിക്കാം. അപ്പൊ നിങ്ങൾ ഈ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലോണം പഠിച്ചെടുക്കുക. എനർജി ഡെൻസിറ്റി ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ പെർ വോളിയം. അപ്പൊ ഒരു കപ്പാസിറ്റർ വേണമെങ്കിൽ നമുക്ക് വീണ്ടും സൈഡിൽ വേണമെങ്കിൽ വരച്ചിടാം അല്ലേ. കപ്പാസിറ്ററിന് വോളിയം ഉണ്ട് അല്ലേ. there are two parallel plates capacitor, okay, that each of area a ആണ്, b is the distance ആണ്. എന്ത് കാര്യം പ്രത്യേകിച്ച് ചെയ്യാൻ ചെയ്യണം കേട്ടോ. ഇത് ഭാവിയിൽ നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദ ഡിസിപ്ലിൻ ലീഡ്സ് വിക്ടറി എന്ന അച്ചടക്കമാണ് വിജയത്തിന്റെ ആധാരം. ഫസ്റ്റ് ഡിസിപ്ലിൻ. സോ പട്ടാളക്കാരെ കണ്ടല്ലേ, ഭയങ്കര വിജയമാണ് അവർക്ക് യാതൊരു പോരാടുകയാണ്, ഭയങ്കര അച്ചടക്കം. 4 മണിക്ക് എണീക്കണം, ചിട്ടയായ ജീവിതമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. എപ്പോഴും അവര് വിജിലന്റ്. നിങ്ങൾ അതുപോലെ ആയിരിക്കണം, നമ്മളൊരു പട്ടാളക്കാരെ പോലെ ആയിരിക്കണം എന്നാ പറയുന്നത് പഠിക്കുന്ന സമയത്ത്. A is the area, B is the distance. അപ്പൊ ഇവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് സാധാ ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. അപ്പൊ എനർജി ഡെൻസിറ്റി എന്താണ്? എനർജി ബൈ എന്ത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് പ്രത്യേകിച്ച് പറയണ്ട. എനർജി ബൈ വോളിയം, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ബൈ വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഊർജം ശേഖരിച്ചു വെച്ചു അല്ലേ സന? സനനി നാളെ എണീക്കോ? 4 മണിക്ക് കേട്ടാ. 4 മണിക്ക് എണീറ്റില്ലെങ്കിലും ഒരു 5:30 എണീറ്റ്, പിന്നെ 5 മണിക്ക് എണീറ്റ്. എനർജി അതിപ്പോ ഉറക്കം വരും, പിന്നെ ഉറക്കമൊന്നും പറ്റില്ല കേട്ടാ. ഇവിടെ നമുക്ക് എനർജി ഡെൻസിറ്റിക്ക് സ്മോൾ യു കൊടുക്കാം, എനർജിക്ക് ക്യാപിറ്റൽ യു കൊടുക്കാം, വോളിയത്തിന് അല്ലെ. what is the volume? പറയാം. what is the volume of the capacitor? എന്താണ് വോളിയം? നയന വോളിയം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇക്വേഷൻ പറഞ്ഞേ. ഇത് വെച്ച് പറഞ്ഞാൽ മതി. ഏരിയയും ഡിസ്റ്റൻസും വെച്ചൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ സ്കൂളിലൊക്കെ? ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടോ? പാദവിസ്തീർണം ഇൻറ്റു ഉന്നതി പഠിച്ചിട്ടുണ്ടോ? ആ ഫോർമുലയാണ് ഇവിടെ വീട്. പാദവിസ്തീർണം ഏരിയ, ഹൈറ്റിന് ഒരു ഡിസ്റ്റൻസ്. ബേസിക് ഫോർമുല ആണ് കേട്ടോ. വോളിയത്തിന്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്കൂളിൽ പഠിക്കുന്നതാണ്. സോ താഴെ എഴുതിക്കോ ബ്രാക്കറ്റില് വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് AD. ഹൈറ്റിന് വരോട്ട് ഡി. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, നമുക്ക് യു ഉള്ള 3 ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഏതൊക്കെ 3 ഇക്വേഷൻ? ലക്ഷ്മി എന്ന് പറഞ്ഞേ. ലക്ഷ്മി 3 ഇക്വേഷൻ എന്ന് പറഞ്ഞേ. പൊട്ടൻഷ്യൽ എനർജിയുടെ 3 ഇക്വേഷൻ. U equal to half CV square. U equal to Q square by 2C. U equal to half QV. U equal to Q square by 2C. അത് പറഞ്ഞായിരുന്നു. സിയും വിയും വെച്ച് പറഞ്ഞില്ല. ഹാഫ് സി കിട്ടുമോ? ബോക്സിലിട്ടില്ലായിരുന്നോ? ബോക്സിലിട്ടില്ല. CV square by 2 ആണോ? CV square by 2. V square C by 2. Half CV square. Okay. Half CV square. വിഷ്ണുപ്രിയ ഓർക്കും പറ്റില്ല? ഇല്ല. അപ്പൊ അതിന് ഇന്നലെ ഉറങ്ങി, ഇന്നലെ രാത്രി ഉറക്കൊളിച്ച് പഠിച്ചോ? അപ്പൊ യുവിന് നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ കൊടുക്കാം കേട്ടാ. വിഷ്ണുപ്രിയക്ക് ഏതാ ഇഷ്ടമുള്ള ഇക്വേഷൻ? പൊട്ടൻഷ്യൽ എനർജിയിൽ ഏതാ ഇഷ്ടപ്പെട്ട? ഏതെങ്കിലും ഇഷ്ടപ്പെട്ട? ഹാഫ് സി വി സ്ക്വയർ ഇഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ അത് കൊടുക്കാം. ഏത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടാ. ഞാൻ ഫോർമുല കൊടുക്കുകയാണ്. ഹാഫ് സി വി സ്ക്വയർ വോൾട്ടേജ് AD. പെട്ടെന്ന് ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി ചെറിയ പോർഷൻസും കൂടെ ഉണ്ട്. 2 ചെറിയ പോർഷനും
ഒരു ജനറേറ്റർ എന്ന് പറയുന്നത് കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ തീരും കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഹാഫ് സി വി സ്ക്വയർ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്തു മാത്രം. നമ്മൾ ഇന്നലെ പഠിച്ചു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്. വാട്ട് ഈസ് ദാറ്റ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇന്നലെ നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ? നമുക്ക് വാക്യത്തിൽ എടുക്കാം. ഓർമ്മയുണ്ടോ? ഏതാ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്? സി എപ്സിലോൺ 0 അല്ലേ, എ ബൈ ഡി. ഇന്നലെ നമ്മൾ പഠിച്ചാ അല്ലേ? എപ്സിലോൺ 0 എ ബൈ ഡി ഇന്നലെ നമ്മൾ പഠിച്ചു. വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം, സിക്ക് വരെ കൊടുക്കാം. സോ എപ്സിലോൺ 0 എ ബൈ ഡി ഇൻടു പി സ്ക്വയർ all divided by AD, all divided by AD. മനസ്സിലാക്കിയാണ് എഴുതി പഠിക്കണം, അല്ലെങ്കിൽ മറന്നു പോകുന്നു. ഇനി വലിയ വലിയ ഡെറിവേഷൻസ് ഒക്കെ വരാൻ പോവാണ് നമുക്ക് കേട്ടോ. അടുത്ത ചാപ്റ്ററിൽ അതിന്റെ ചാപ്റ്റർ ഇനി വലിയ വലിയ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. This 1k cancel, this 1k d cancel ചെയ്യില്ല. അതിന് കാരണം d by 1 ആണ്. ഇത് d by 1 അത് തലേന്ന് വരുമ്പോൾ 1 by d ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്ന് എനർജി ഡെൻസിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ സ്മോൾ യു ആട്ടോ, സ്മോൾ യു ഇസ് ഈക്വൽ ടു ഹാഫ്. ഹാഫ് ഉണ്ട്. ഈ ഡി മോളില് ഈ ഡി വരുമ്പോൾ 1 by d ആയി മാറുകയും d സ്ക്വയർ മോളുണ്ട് താഴെ d സ്ക്വയർ ആയി വരും. d സ്ക്വയർ this d by 1 is 1 by d into d square. d square നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. u is equal to small u. ഇത് വാക്യത്തിലായതുകൊണ്ടാണ്. മീഡിയത്തിലാണെങ്കിൽ എപ്സിലോൺ ആണ് ചേർത്താം. സാധാരണ വാക്യത്തിൽ എപ്സിലോൺ 0. ഈ v by d എവിടെയെങ്കിലും കണ്ടോ? v by d വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസ്. അങ്ങനെ ഒരു സിമിലർ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് സൈഡിലേക്ക് electric field is equal to minus dv by dr. Electric field is equal to minus dv by dr, voltage by distance, potential gradient. But minus നമ്മൾ ഉപയോഗിക്കുന്നില്ല. Only we consider the magnitude, no need to consider the direction of electric field. So minus you can avoid it. Voltage is dv is v, distance is d, dr എന്ന് പറഞ്ഞാൽ ഈ പടത്തിനെ അനുസരിച്ച് dr നമുക്ക് d എന്ന് കൊടുക്കാം, dv ക്ക് v എന്ന് കൊടുക്കാം. ശരിയല്ലേ? ശരിയാണോ? പറ. dv ക്ക് ഞാൻ v എന്ന് കൊടുക്കും, dr ന് d. നമുക്ക് what is v by, this will be v by d whole square. രണ്ട് സ്ക്വയർ ഉള്ള സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. v by d, v by d ആണ്. what is v by d? what is v by d? dv by dr തന്നെയാണ് v by d ആയിട്ട് മാറിയേക്കണേ. so that is the answer. Electric field E square, E square d by d is E square. That is the famous equation of the potential energy density. വാക്യത്തിലാണ് നമുക്ക് പറയാം. മീഡിയത്തിലാണെങ്കിൽ എപ്സിലോൺ ആണ് വെച്ചാൽ. എനർജി ഡെൻസിറ്റി, ഊർജ സാന്ദ്രത, എനർജി ബൈ വോളിയം. ഇതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കും അല്ലെ? ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ എഴുതി പഠിക്കും. എനർജി ഡെൻസിറ്റിയുടെ ഡെഫിനേഷൻ വായിക്കുക, ഇക്വേഷൻ 3 പ്രാവശ്യം വായിക്കട്ടോ. ഫൈനൽ ഇക്വേഷൻ. Energy density is energy stored in a capacitor per volume. U is equal to half epsilon 0 e square. Half epsilon 0 e square. ശരിയല്ലേ? ശരിയാണോ? പ്രണവ് കൃഷ്ണ, പ്രണവ് കേൾക്കണ്ട? ഒന്ന് വായിച്ച ഡെഫിനേഷൻ വായിക്കുക, ഇക്വേഷൻ വായിക്കട്ടാ. എനർജി ഡെൻസിറ്റി അല്ലേ? Energy density is the energy stored in a capacitor per volume. Equation U is equal to half epsilon 0 e square. Okay, good. അപ്പൊ ഈ u എന്ന് പറയുന്നത് ചെറിയ വേർഡാ. അപ്പൊ ഓരോ ടേംസ് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതാം. epsilon 0 permittivity of free space, permittivity of free space, permittivity of free space, free space. The value is 8.854 into 10 raised to minus 12. 8.854 into 10 raised to minus 12. Already we have coulomb square per Newton meter.
പിന്നെ ഇ ആണ്. ഇതിന്റെ പേര് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ക്ഷേത്ര ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണെന്നുള്ളത്. ഇത് വെച്ചൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നമ്മളോട് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ അല്ല? ഒരു ചെറിയ പ്രോബ്ലം എടുക്കോ, എക്സാമ്പിൾ എടുക്കോട്ടാ. എക്സാമ്പിൾ പാരലൽ പ്ലേറ്റ് capacitor plate of area 6 millimeter square and separated by a distance potential is applied. Calculate capacitance of the capacitor and stop. So 3 quantities we have to find. Problem നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? പ്രോബ്ലം ചെയ്യണം? തന്നേക്കണൊക്കെ എടുത്തെഴുതണം അല്ലേ? വേണ്ടേ ആവണി കണക്കെ നമുക്ക് എടുത്തു. എന്തൊക്കെയാണ് തന്നേക്കണേ? എല്ലാവരും മുഹ്സിൻ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ? മുഹ്സിൻ, ആൽബിൻ ശ്രദ്ധിക്കണ്ടല്ലോ, നദീദ് ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ? ഐറിൻ, അഞ്ജലി, അൽഷഫാൻ, മുഹമ്മദ് ഇർഫാൻ അവിടെ റിപ്ലൈ ഇല്ലല്ലോ. മുഹമ്മദ് ഇർഫാൻ, അവനീഷ്, അശ്വിൻ പ്രദീപ്, സത്യ, ആദിയ, ഓക്കെ. അലീന, അമൽ മണികണ്ഠൻ ഓക്കെയാണോ? ഓക്കെ സാർ. ആദിത്യൻ ഓക്കെയാണ് സാർ. ഓക്കെയാണോ? മിശ്രി മിച്ചുനൊക്കെ വൈഫൈ അല്ലേ? മിശ്രി, പ്രണവിന് ഓക്കെ. നമുക്ക് നോക്കാം. തന്നേക്കണൊക്കെ എടുത്തെഴുതി കേട്ടോ. എന്തൊക്കെയാ തന്നേക്കണം? ഒന്ന് ഏരിയ. അപ്പൊ ഏരിയ 6 millimeter square. ഏരിയ is equal to 6 millimeter. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ അറിയാമോ? മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ മില്ലി എന്ന വാക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. -3 meter whole square. Milli means 10⁻³ meter whole square. That is -3 യുടെ സ്ക്വയർ -6 ആണ്. ഗുണിച്ചാൽ മതി. -3 mn. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. നമുക്ക് മാറ്റാൻ അറിയാലോ അല്ലെ? സെന്റി മീൻസ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പ്രിഫിക്സ് ആണ്. മീറ്ററിന് മുമ്പ് ചേർക്കുന്ന ഒരു വാക്കാണ് സെന്റി. 10⁻² ആണ്. പൊട്ടൻഷ്യൽ ഈസ് 10 വോൾട്ട്. വോൾട്ടേജ് നമുക്ക് 10 വോൾട്ട്. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് വരാം അല്ലേ? ഒന്നാമത്തെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് പറയാമോ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ? ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ആണ് അല്ലെ? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ അഭിനവ് ഷൈജു കേക്കണ്ട? അഭിനവ് ഷൈജു കേക്കണ്ട? അഭിനവ് ഷൈജു റിമൂവ് ചെയ്യാട്ടാ. മിശ്രി കേക്കണ്ട? മിശ്രിക്ക് കിടന്നുറങ്ങിയ ഈ വീഡിയോ ഓൺ ആക്കാൻ പലവട്ടം പറയാനുള്ളൂ. മിശ്രി മിച്ചു റിമൂവ് ചെയ്യാട്ടാ. ഓക്കെ. സന ഫാത്തിമ വിളിച്ചാലും സന റിമൂവ് ചെയ്യട്ടെ. വീട്ടിലേക്ക് വിളിക്കട്ടോ, എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് പേരൻസ് വിളിച്ചാലേ പിന്നെ കയറ്റാൻ പറ്റും. അപ്പൊ സി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന സന കേക്കണ്ട? സന എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? പെട്ടെന്ന് കേട്ടില്ലായിരുന്നു ഞാൻ ചോദിച്ചത്. ഇല്ല സാർ, അത് കട്ടായി പോയി. രാഹുലിനെ വിളിച്ചായിരുന്നല്ലോ. രാഹുലെ റിമൂവ് ചെയ്യാട്ടാ. രാഹുലൊക്കെ വെച്ചിട്ട് എങ്ങാണ്ടൊക്കെ പോയി. പിന്നെ എങ്ങനെയാണ് ഇത് ശരിയാവുന്നത്? സന എന്നാ പറഞ്ഞു. സന മൊബൈൽ ഡാറ്റയാണോ? ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കണം കേട്ടാ. കാരണം ആളോടെ ഉണ്ടെന്ന് നേരത്തെ ഇടയ്ക്കൊന്ന് ഓൺ ആക്കാം. ഒരു 2 മിനിറ്റ് ഓൺ ആക്കിയിട്ട് പിന്നെ പോകാം കേട്ടോ. ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എയും ബി ഒക്കെ തന്നുണ്ട്. ഓർമ്മ കിട്ടുന്നുണ്ടോ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് പഠിച്ചത്. ഇപ്പോഴും നമ്മളത് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടുണ്ട്. എയും ബിയും വെച്ചിട്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? 10 വർഷം എടുത്താ 0 A/D കണ്ടാ?
എത്ര മണിക്കാ സന എണീറ്റതെന്ന് പറ, സത്യം പറ. സന കേക്കണ്ട. 5:45. 5:45 എണീറ്റിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുമോ? ഓക്കെ, എപ്സിലോൺ 0 എ ബൈ ഡി. എപ്സിലോൺ 0 എ ബൈ ഡി. എപ്സിലോൺ 0 എ ബൈ ഡി നേരെ കൊടുത്താൽ മതി കേട്ടോ. ഈക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. നേരെ കൊടുത്തോ. എപ്സിലോൺ 0 വാല്യൂ 8.854. നിങ്ങൾ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ് ആയില്ല കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഓൺ ആക്കാത്തപ്പോൾ നിങ്ങൾക്ക് ഒരു സേഫ് ഉണ്ട്. എന്താണ് സേഫ്റ്റിയാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ക്ലാസ്സിൽ അവിടെ ഞാൻ ചടഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് അല്ലേ. നമുക്ക് കുറെ കുട്ടികളുണ്ട്. നമുക്ക് മാക്സിമം ഞാൻ കുട്ടികളെ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കൂടുതൽ വീഡിയോ ഓൺ ആക്കുമ്പോൾ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മറ്റുള്ളവരും കൂടെ വീഡിയോ ഓൺ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു 10 മിനിറ്റ് ഒക്കെ വീഡിയോ ഓൺ ആക്കി കുഴപ്പമൊന്നുമില്ല. ഏരിയ 6 × 10⁻6 multiplied by d is 12 × 10⁻⁻12 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തവർ ആൻസർ പറയാം കേട്ടാ. കാൽക്കുലേറ്റർ കയ്യിൽ വെച്ച് കിട്ടിയാ? നീരജ് നിലഞ്ഞാൻ കിട്ടിയാ? Sir, 4.427 × 10⁻16 farad. 4.427 × 10⁻6 ആണ്. -16. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ്. ഡിഗ്രി സാർ തോമസ് ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കട്ടാ. ആ സാർ ചാർജ് കുറവായതുകൊണ്ട് ചാർജ് കുത്തിട്ടോ? ആ നയന ഓക്കെ അല്ലേ? പറ. അടുത്തേക്ക് പോകാം. എനർജി സ്റ്റോർ കണ്ടുപിടിക്കാൻ നിങ്ങൾ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്താലേ കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഏതെങ്കിലും ഇക്വേഷൻ കൊടുക്കുക. ഹാഫ് CV സ്ക്വയറിനോ എന്തെങ്കിലും കൊടുക്കും. ഏത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടാ. അത് CV സ്ക്വയർ half into C is into 10⁻16 and B square is 10 square. Square is 10 square. എത്ര വരും നോക്കിയേ. നല്ല എളുപ്പമാണ് ഇത് ചെയ്യാൻ. നല്ല എളുപ്പമാണ്. ഏതായിരിക്കും? 100 കൊണ്ട് കുറിച്ചാൽ മതി അല്ലേ. 100 കൊണ്ട് 2 കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് കുറിച്ചാൽ what is the answer? 2.2 into 10⁻⁻. ഞാനിപ്പോ ചെയ്ത സമയം കളയുന്നില്ല. അതിന്റെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം അല്ലേ. That is joule is the answer. അടുത്തത് മൂന്നാമത്തത് എനർജി ഡെൻസിറ്റി ആണ്. മൂന്നാമത്തെ എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ u is equal to half epsilon 0 E square. പക്ഷെ ഈ തന്നിട്ടില്ല. അത് നമ്മൾ ഇവിടെ നേരെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്ക് പകരം V/D വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസിനല്ലേ നമ്മൾ കൊടുത്തത്. V/D കൊടുക്കുക കേട്ടോ. V/D. നയനക്ക് വൈഫൈ അല്ലേ? നയനല്ലേ? അഭിനവ് ഷൈജു കേൾക്കണ്ട. അപ്പൊ നേരെ കൊടുത്താൽ ആൻസർ. നല്ല എളുപ്പമാണ്. ഇതുപോലത്തെ പ്രോബ്ലം ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. മുഹമ്മദ് ഇർഫാൻ കേൾക്കണ്ട. ഇർഫാൻ is equal to half epsilon 0 8.854 into 10⁻⁻12 into B. B is 10. എത്രയായിരുന്നു പറഞ്ഞേ? ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 12 ആണ്. Sir, 12 സെന്റിമീറ്റർ. 10⁻⁻. ഹോൾ സ്ക്വയർ. എത്ര ആൻസർ? ഇതൊക്കെ കാൽക്കുലേറ്ററൊക്കെ സ്പീഡ് ചെയ്യണം. അൽത്താഫ് ഗൗതം മേനോൻ ചെയ്യണ്ട. ഗൗതമല്ല ചെയ്യുന്നുണ്ട്. പറഞ്ഞ ആൻസർ കിട്ടിയാ? ആർക്ക് കിട്ടിയാലും പറയാം. ലക്ഷ്മിക്ക് കിട്ടിയാ? ആർക്കാ കിട്ടിയത്? രഞ്ജന് കിട്ടിയാ? നീരജന് കിട്ടിയാ? 3.074 × 10⁻⁻8. എത്ര? 3.074 10⁻⁻8. Energy by volume, joule per meter cube. Energy by volume. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അഞ്ജലി, അഭിരാമി അജിത്ത് അവിടെ ഉണ്ടോ? അഭിരാമി അജിത്ത് ഉണ്ടോ അവിടെ? അമൽ മണികണ്ഠൻ ചെയ്യുന്നില്ലേ? യെസ് സർ. അഭിരാമി ഉണ്ടോ അവിടെ? അഭിരാമി അജിത്ത് ഉണ്ടോ അവിടെ? വീഡിയോ ഓണാക്കി ഒന്ന് കാണട്ടെ. 2 മിനിറ്റ് ഒക്കെ വീഡിയോ ഓണാക്കാൻ പറ്റേ? ഞാൻ പറയുന്നതൊക്കെ ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ നിന്ന് വീഡിയോ ഓണാക്കട്ടാ. അഭിരാമി അജിത്ത് വീഡിയോ ഓണാക്കാം നോക്കട്ടെ. ആളെ കാണണ്ടേ? ഇങ്ങനെ ഒരാളുണ്ടോന്നൊക്കെ അറിയണ്ടേ?
എത്ര പ്രാവശ്യമായി വിളിക്കണു? ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കട്ടെ. മൊബൈൽ ഡേറ്റ അങ്ങനെ പെട്ടെന്ന് തീർന്നുമില്ല. ഓക്കെ അല്ലേ? നമുക്കൊരു ചെറിയ സെക്ഷൻ കൂടെ എടുത്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ഇത് പ്രധാനപ്പെട്ടതാണ്. സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ നമ്മൾ റെസിസ്റ്റൻസിന്റെ സീരീസും പാരലലും പോലെ തന്നെ സ്കൂളിൽ പഠിച്ചതാ. കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് അഭിരാമി കേൾക്കണ്ട. ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിന്റെ സീരീസും പാരലലും തമ്മിലുള്ള കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ. ഇതും കൂടെ കഴിഞ്ഞ പിന്നെ ഒരു ചെറിയ സെക്ഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ തരും കേട്ടാ. അപ്പൊ എന്താണ് സീരീസ്? നല്ല എളുപ്പമാണ് പഠിക്കുക. സീരീസ് മീൻസ് ശ്രേണി രീതി ഘടിപ്പിക്കുക. ശ്രേണി അഭിരാമി ഒന്ന് ഇച്ചിരി 2 മിനിറ്റ് ഒക്കെ വീഡിയോ ഓണാക്കി വെക്കട്ടാ. ശ്രേണി രീതി എന്നിട്ട് ചോദിക്കാനുള്ള. അതുകൊണ്ടാ അഞ്ജലി, അനിൽകുമാർ ഇവരെ കേട്ടാ. അഭിനവ്, ഷൈജു, അൽ ഷഫാൻ, അഭിനീഷ് കേൾക്കണ്ടല്ലോ അല്ലെ? അപ്പൊ ഇവിടെ കപ്പാസിറ്റർ സീരീസ് കണക്ട് ചെയ്യണം. എന്താണ് സീരീസ്? ഒറ്റ ലൈനിൽ കണക്ട് ചെയ്യുന്ന സീരീസ് ഘടിപ്പിക്കുക. ശ്രേണി. സീരീസ് മീൻസ് ശ്രേണി. ഒറ്റ ലൈനിൽ ഘടിപ്പിക്കുക. സോ നമുക്ക് സീരീസ് ഘടിപ്പിക്കണമെങ്കിൽ 2 അതിലധികമോ കപ്പാസിറ്റർ വേണം. അപ്പൊ നമുക്ക് 2 കപ്പാസിറ്റർ കൺസിഡർ കപ്പാസിറ്റേഴ്സ് 2 വേണം. കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് ഡിഫറൻറ്റ് കൊടുക്കാം. C1 and C2 are connected in series. രണ്ട് കപ്പാസിറ്റർ നമ്മൾ പരിഗണിച്ചു. ഓരോ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C1 ഉം C2 ആണ്. 2 കപ്പാസിറ്റർ മിനിമം എടുക്കണം, 3 കൊടുക്കണം. അപ്പൊ അങ്ങനെ സീരീസിൽ നമ്മൾ പരിഗണിച്ചു കഴിയുമ്പോൾ പടം വരയ്ക്കാം അല്ലെ? ഇത് കഴിഞ്ഞ സെന്റൻസ് എഴുതിയല്ലോ. പടം വരച്ചോട്ടാ. അപ്പൊ സീരീസിൽ എങ്ങനെയാ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് ദിസ് 2 പാരലൽ പ്ലേസ് കപ്പാസിറ്റർ ലൈക്ക് ദിസ് ഒറ്റ ലൈനിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വേണം വരയ്ക്കാൻ. ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. നെഗറ്റീവ് പ്ലേറ്റ് ഇതിന്റെ പോസിറ്റീവിലേക്ക് ഒറ്റ ലൈനിൽ ഘടിപ്പിക്കുന്നതിനാണ് നമ്മൾ കപ്പാസിറ്റർ. ഉള്ളിൽ ചാർജ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് C1 എന്ന് പേര് കൊടുക്കാം. ഇതിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് C2 എന്ന് പേര് കൊടുക്കാം. ഇത് പെൻസിൽ സ്കെയിൽ ഒക്കെ ഉപയോഗിച്ചോണ്ട് വരയ്ക്കാം. ഇവിടെ സെല്ല് വോൾട്ടേജ് അപ്ലൈ ചെയ്താണല്ലോ ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. സോ ദേർ ഈസ് എ സെൽ ഈസ് കണക്റ്റഡ് ഓൺ ബാറ്ററി. ബാറ്ററി എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സെൽ ആണ്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ബാറ്ററി എന്ന് പറയും. സോ ദിസ് വിൽ ബി പ്ലസ്, ദിസ് വിൽ ബി മൈനസ്. ഈ ഒറ്റ ലൈനിൽ ഘടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ശ്രേണി രീതി ഘടിപ്പിക്കുക എന്ന് പറയാം. ആൻഡ് വി ഈസ് ദ വോൾട്ടേജ് അപ്ലൈ. ഇങ്ങനെ സീരീസ് ഘടിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ചാർജാണ് ഒഴുകുന്നത് അല്ലെ? പോസിറ്റീവ് ചാർജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചാർജ് Q ഒഴുകുന്ന പോലെ കാണിക്കാൻ പാടില്ല, എങ്കിലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടി Q എന്ന് പറയുന്ന ചാർജ് ഇങ്ങനെ ഒഴുകി 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 ഇവിടെ എത്തി. കപ്പാസിറ്റർ എത്തി. പോസിറ്റീവ് ചാർജിനെ കുറിച്ച് സംസാരിച്ചാൽ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഒഴുകി ഇവിടെ എത്തി, അതിൽ ഇവിടെ എത്തി. അപ്പൊ സെയിം ചാർജ് തന്നെയാണ്. നിങ്ങൾ ഒരു വീട്ടിൽ കയറിയിട്ട് മറ്റൊരു വീട്ടിൽ കയറണ പോലെ അല്ലെ? വിഷ്ണുപ്രിയ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകണ പോലെ സെയിം വിഷ്ണുപ്രിയാണ് പോയത് എന്ന് പറഞ്ഞല്ലേ? ഇവിടെ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് Q തന്നെയാണ്. Q is the charge store. സെയിം ചാർജ് തന്നെ ഇവിടെ സ്റ്റോർ ചെയ്യും. കാരണം വേറെ വഴിയില്ല. ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഒഴുകി ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, അതേ ചാർജ് തന്നെ ഇങ്ങോട്ട് ഒഴുകി Q തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ സീരീസിൽ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് സെയിം ആണ്. എന്നാൽ ഈ വോൾട്ടേജ് ഉണ്ട്, ഇത്രയുമാണ് മൊത്തം അപ്ലൈ ചെയ്ത വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. ഈ വോൾട്ടേജ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത്രയാണ് മൊത്തത്തിൽ വോൾട്ടേജ്, ഇത്രയാണ്. അപ്പൊ ഈ വോൾട്ടേജ് അങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഭാഗം ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരികയും മറ്റേ ഭാഗം ഇവിടെ വരികയും ചെയ്യും. ഇത്രയാണ് വോൾട്ടേജ്. ഈ വോൾട്ടേജ് 2ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ഫുഡ് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 2 പേര് ഇരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പൊ എന്തായാലും സംഭവിക്കുക? പറ, ഫുഡാകുന്ന വോൾട്ടേജ് 2 പേർക്കും തുല്യമായിട്ട് കിട്ടുമോ? ആ പറഞ്ഞേ അരുണിമേ, കിട്ടുമോ? കിട്ടുമോ? പറ. ഫ്രണ്ടില് ഒരൊറ്റയല്ല പറഞ്ഞ എങ്കിൽ
അപർണ ഇവിടെ ഇരിക്കാം, അപർണയുടെ അനിയത്തി ഇവിടെ ഇരിക്കാം. ഫ്രണ്ടിൽ ഒറ്റ ചോറ്. ഈ ചോറ് മുഴുവൻ അപർണയ്ക്ക് കിട്ടുമോ? ഇല്ല. കിട്ടില്ല. കാരണം എന്നാ, അപർണയുടെ കൈ ഇത് എവിടെയുള്ളൂ, ഇവിടെ കൈ കാണാം. ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റും, ശരിയല്ലേ? അപ്പൊ ഈ ചോറ് ഡിവൈഡ് ചെയ്ത് പോകും എന്ന് പറഞ്ഞ പോലെയാണ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോവുക. വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോയി ഒരു ഭാഗം V1 മറ്റേ ഭാഗം V. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സെയിം? ചാർജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. എഴുതിക്കോട്ടാ. ആണ് കേട്ടോ, 5 മാർക്കിന്റെ ആണ്. ശ്രേണി രീതിയിലുള്ള പഠിപ്പിക്കലിൽ നിങ്ങൾ ലെഫ്റ്റ് ആകുമ്പോൾ പറഞ്ഞിട്ട് വേണം ലെഫ്റ്റ് ആകും ക്ലാസ് ഉണ്ടെങ്കിൽ കേട്ടാ. കപ്പാസിറ്റി, ഓരോ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യുന്ന ചാർജ്, ചാർജ് ഓരോന്നിനും സ്റ്റോർ ചെയ്യുന്ന ചാർജ് സെയിം. അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നത് സെയിം അല്ലേ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നതും കഴിവുണ്ടാക്കിയെടുക്കുന്നതും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. ചാർജ് സ്റ്റോർഡ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ഈസ് സെയിം, ബട്ട് ഡിഫറൻസ് PD അറിയാമോ? വോൾട്ടേജ് എന്ന് പറയും, വേറൊരു പേര് വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആർ ഡിഫറെന്റ്. അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമാണ്. ഒന്ന് വായിച്ചേ, അഭിരാമി വായിച്ചേ. സീരീസിലെ പ്രത്യേകത വായിച്ചേ. അഭിരാമി, അജിത്, അഭിരാമി വായിക്കും. കേൾക്കണുണ്ടോ? പറഞ്ഞു. In series connection, charge stored in each capacitor is same, but difference across them are different. Potential difference across them are different. Okay. But charge same ആണ്, potential difference ഏതാണ്? നമ്മൾ ഏത് വോൾട്ടേജ് ഡിഫറെന്റ് ആയി നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V അല്ലേ? ആ V രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ എഴുതിക്കോ, ഹിയർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ V രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ V രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, V1 and V2. V is equal to V1 plus V2. ഈ വോൾട്ടേജ് ആണ് രണ്ടായിട്ട് സ്പ്ലിറ്റ്. പക്ഷേ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ബേസിക് ഇക്വേഷനിൽ കപ്പാസിറ്റർ പഠിച്ചിട്ടുണ്ട്. V is equal to Q by C. Q by C, ടോട്ടൽ വോൾട്ടേജ് is equal to ടോട്ടൽ ചാർജ് ബൈ കപ്പാസിറ്റൻസ്. അപ്പൊ V1 എത്രയാ? ഇവിടുത്തെ വോൾട്ടേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറയാമോ? ഇവിടുത്തെ വോൾട്ടേജ് എങ്ങനെയാ? ഇവിടുത്തെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും? അവിടുത്തെ ചാർജ് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ്. ഇവിടുത്തെ ചാർജ് എത്രയാ? ഇവിടുത്തെ ചാർജ് എത്രയാ? ചിലര് Q1 by C1 എഴുതും. തെറ്റാണ്. എന്താ തെറ്റ്? Q by C1 എഴുതാം. എന്താ കാരണം? ചാർജ് സെയിം അല്ലേ? ചാർജ് സെയിം ആണ്. Q by C1. V2 എത്രയാ? What is V2? V2 അറിയാമോ? ഇപ്പൊ V2 എത്രയാ? by C2. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. ഇവിടുത്തെ ചാർജ് ബൈ ഇവിടുത്തെ കപ്പാസിറ്റൻസ് Q by C2. This is Q by C, this is Q by C1, this is Q by C2. Correct? These are equation number 2. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഇത് മൊത്തത്തിലോട്ട് 2. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നിൽ കൊടുത്താൽ 1 gives എന്ന് വരുമ്പോൾ 1 gives what is V? Equivalent Q by C. Q by C1, Q is Q by C2. നമുക്ക് Q പുറത്തേക്ക് എടുക്കാം. Taken outside. 1 by C1 plus 1 by C2. That is Q by C. Cancel. അപ്പൊ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടാനാണ് നമുക്ക് വരുന്നത്. And this is 1 by C equal to 1 by C1 plus 1 by C2. That is the famous equation. ഇതിന്റെ പേര് ടോട്ടൽ കപ്പാസിറ്റൻസ് അഥവാ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നാണ്. നമ്മൾ സീരീസിൽ റെസിസ്റ്റൻസ് പോലെയല്ല. റെസിസ്റ്റൻസിന് നമ്മൾ അവിടെ പാരലലൊക്കെ നിങ്ങൾ സ്കൂളിൽ ഓർക്കുണ്ടാവില്ലേ? പാരലൽ കണക്ഷൻ ഓർമ്മയുണ്ടോ? അതേ ഇക്വേഷൻ ഇവിടെ 1 by C. ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലും ടിവിയിലൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ. കോമ്പിനേഷൻ ഒക്കെ കപ്പാസിറ്റർ സ്റ്റെബിലൈസർ ഒക്കെ അഴിച്ചു നോക്കട്ടാ. നല്ല വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റെബിലൈസർ വീട്ടിലെങ്കിൽ അഴിച്ചു നോക്കിക്കോട്ടോ. അവിടെ ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റർ ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നന്നാക്കാൻ അറിയണം കേട്ടോ. അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടക്കി വരും. ഈ സിയുടെ പേര് effective capacitance of the capacitor. Effective capacitance of the capacitor. Total capacitance. കണ്ടുപിടിക്കാനുള്ള equation 1 by C equal to 1 by C1 plus 1 by C2. അലീന കേൾക്കണ്ട? അലീന PV. സർ വായിച്ചോ? 3 പ്രാവശ്യം വായിക്കും.
1 by C is equal to 1 by C1 plus 1 by C2. 1 by C is equal to 1 by C1 plus 1 by C2. സിയുടെ പേര് വായിച്ചേ. C total effective capacitance of capacitor. ടോട്ടൽ അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലേ? അപ്പൊ ചിലർക്ക് ഈ 2 മക്കളുണ്ടെങ്കിൽ ഒരു മക്കളെ കൊണ്ട് ആ ഒരു പ്രയോജനം ഉണ്ടാവില്ല അല്ലേ? 2 മക്കളുടെ പണി ഒരാൾ ചെയ്യും അല്ലെ? വിഷ്ണുപ്രിയ അങ്ങനെയാണോ? എന്ത് സാർ? വിഷ്ണുപ്രിയനെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ നാട്ടുകാർ പറഞ്ഞാണ് വീട്ടുകാരും? പ്രയോജനമുണ്ട്. അപ്പൊ ചിലര് 3 മക്കളുണ്ടാവും, ഈ 3 മക്കളെ കൊണ്ട് ആരും പ്രയോജനം ഉണ്ടാവില്ല, അതിന് പകരം ഒരാളായിരിക്കും അല്ലെ? ലക്ഷ്മി അല്ലെ? ലക്ഷ്മിയോട് പറഞ്ഞിട്ടില്ലേ വീട്ടുകാര് എന്ത് പ്രയോജനം? അപ്പൊ 2 പേരും കൂടെ ചേർന്ന ഒരു എഫക്റ്റീവ് ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് ഇക്വേഷൻസ് 1 by C equal to 1 by C1 plus 1 by C2 ആണ്. ക്ലിയർ ആയോ? നോട്ട് എഴുതിക്കൂടെ, നോട്ടോട് ഫൈൻഡ് ചെയ്യാം. In series 1 by C equal to 1 by C1 plus 1 by C2. ഇതിനാണെങ്കിൽ ഒറ്റയടിക്ക് C കണ്ടുപിടിക്കാം കേട്ടാ. ഇങ്ങനെ പറയാം, ഒറ്റയടിക്ക് C കണ്ടുപിടിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? LCM എടുത്താൽ മതി അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവിടെ LCM C1 C2 LCM എടുത്താൽ so here upon ഇങ്ങോട്ട് 3 so C2 into 1 C2 C1 into 1 C1 that is C2 plus C1 or C1 plus C2 എടുത്താൽ അറിയാം. അപ്പൊ നമുക്ക് C കണ്ടുപിടിക്കാൻ തരംതിരിച്ചെത്താം. so C can be taken out. ഇങ്ങനെയും പറയാറുണ്ട് C1 C2 by C1 plus C2 ഇങ്ങനെ പറഞ്ഞാലും മതി, തരംതിരിച്ച് വീണ്ടും. ഇനി if 3 capacitors ആണെങ്കിലോ, 3 capacitors in series ആണെങ്കിലോ, in series ആണെങ്കിൽ നമ്മൾ 1 by C equal to 1 by 3 ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് C കണ്ടുപിടിക്കാൻ പാടാണ്, നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് C കണ്ടുപിടിക്കുകയാണ് നല്ലത്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ക്ലാസ് ഫൈൻഡ് ചെയ്യാം. സോ ഹിയർ സപ്പോസ് 2 capacitors. This is 12 microfarads and this is 4 microfarads. ആണ് തന്നെ എന്ത് കണക്ഷൻ ആണ്? സീരീസ്. ഇതിനോട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറയും ടോട്ടൽ C കണ്ടുപിടിക്കും. C is equal to question mark. മൈക്രോഫാരഡ് തന്നെ ഇട്ടാൽ മതി കേട്ടോ, മൈക്രോയിൽ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫോർമുല ഓർത്ത് വേണം. ഇത് C1 ആണ്, this will be C1 and this will be C2, right? So you can use the equation this or this just to find out. മൈക്രോയിൽ തന്നെ പാർട്ടുണ്ട് കേട്ടോ, മൈക്രോയിൽ തന്നെ ഇട്ടാൽ മതി. സോ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തന്നെ നമ്മൾ സീരീസ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലായി. C1 is equal to 12 microfarad, C2 is equal to 4 microfarad. Series C കാണാൻ C1 C2 ആ ഫോർമുല ഉപയോഗിക്കാം, C1 plus C2. So 12 into 4 by 12 plus 4 48 by 16. Answer is 3 microfarad. 348. ശരിയല്ലേ? ഇങ്ങനെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ സ്റ്റേറ്റ് സിലബസിൽ വരുള്ളൂ. ട്യൂഷൻ രീതിയിൽ വരുമ്പോൾ എൻട്രൻസിന് അത് പോരാ, നമ്മൾ വിശദമായി തന്നെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായ എല്ലാവർക്കും? ഇന്ന് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. എഴുതി പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നല്ല പഠിച്ചു വേണം ക്ലാസ്സിൽ വന്നിരിക്കണം. ആദ്യം മുതലേ പഠിച്ചു വന്നിരിക്കണം. ഇലക്ട്രിക് ചാർജസ് പഠിക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിക്കുമ്പോൾ അങ്ങനെ ഓരോ ദിവസവും എല്ലാ ചാപ്റ്ററും പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. താങ്ക് യു.